പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 103:8 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ കരുണയും കൃപയും ഉള്ളവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. ഒന്ന് പറഞ്ഞേ, മഹാദയ. എത്രത്തോളം നീട്ടാമോ അത്രത്തോളം നീട്ടിക്കേ. നമ്മളുടെ അപ്പായ്ക്ക് നമ്മളോട് മഹാദയ. ഒരു അപ്പ തൻ്റെ മകനെ നഷ്ടപ്പെട്ടാൽ മടങ്ങി വരുന്നതിന് എത്രത്തോളം കാത്തു നിൽക്കുമോ, അതുപോലെ സ്വർഗീയ പിതാവ് നിങ്ങൾക്കായി കാത്തു നിൽക്കുകയാണ്. നമുക്കറിയാം, നഷ്ടമായ മകൻ മടങ്ങി വന്നപ്പോൾ ആ പിതാവ് എന്തുമാത്രം സന്തോഷിച്ചു എന്ന് വചനത്തിൽ വായിക്കുന്നു അല്ലേ? താൻ കാത്തു നിൽക്കുകയായിരുന്നു, 2 കരവും വിടർത്തി ആ മകനെ ചേർത്തണച്ച് സ്നേഹിക്കുവാൻ. പ്രിയ ദൈവമേ, കർത്താവിനെ അറിഞ്ഞ നാളിൽ ഉണ്ടായിരുന്ന ആ സ്നേഹവും എക്സൈറ്റ്മെന്റും ഒക്കെ എവിടെയോ നഷ്ടപ്പെട്ടു അല്ലേ? ഇനിയും എനിക്ക് മടങ്ങി വരുവാൻ കഴിയുമോ? കർത്താവ് എന്നെ സ്വീകരിക്കുമോ? എന്നെ സ്നേഹിക്കുമോ എന്നൊക്കെ ചോദിച്ച് ഭാരപ്പെടുന്ന, കുറ്റബോധത്തിന്റെ ആഴത്തിൽ നെടുവേർപ്പെടുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അപ്പ നിങ്ങളോട് ക്ഷമിക്കും. അവിടുന്ന് ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനാ. നഷ്ടമായി പോകുവാൻ അപ്പ അനുവദിക്കത്തില്ല. മടങ്ങി വാ. അരുതാത്തത് കണ്ടല്ലേ, അരുതാത്തത് ചെയ്തു അല്ലേ, ദൈവ സാന്നിധ്യം വിട്ട് ദൂരെ പോയി അല്ലേ? ഇന്ന് നിങ്ങളുടെ ദിവസമാ. കർത്താവിലേക്ക് മടങ്ങി വാ. യേശുവുമായിട്ടുള്ള പ്രണയത്തിലേക്ക് മടങ്ങി വാ. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ അപ്പ ക്ഷമിക്കും. അവിടുത്തെ മാറോട് നിങ്ങളെ ചേർക്കും. അതെ, ഒരു സ്റ്റാർട്ട് അഗെയിനും കൂടി ദൈവം ചാൻസ് തരുകയാ. ഇനിയും ഭാരപ്പെട്ട് പിന്മാറി നിൽക്കണ്ട. ഓടിവാ, കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വാ. അവിടുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കും. അവിടുന്ന് നിങ്ങളോട് ക്ഷമിക്കും. അവിടുത്തെ മാർവോട് ചേർത്തണയ്ക്കും. കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചതിലും അതിശ്രേഷ്ഠമായ നിലയിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ആ സാന്നിധ്യത്തിൽ തുടരുവാൻ ഹോളി സ്പിരിറ്റ് നിങ്ങളെ ബലപ്പെടുത്തും. ഇന്ന് നിങ്ങളുടെ ദിവസമാ. മടങ്ങി വാ, പ്രാർത്ഥിക്കാം. അപ്പാ, അങ്ങ് കൃപയും കരുണയുമുള്ളവനാ. അങ്ങ് ദീർഘക്ഷമയും മഹാദയയുമുള്ളവനാ. കഴിഞ്ഞ നാളുകളിൽ അങ്ങയുടെ സാന്നിധ്യം വിട്ട് ഞങ്ങൾ ദൂരെ പോയി. അങ്ങേയേറെ വേദനിപ്പിച്ചു. ഇന്ന് ഞങ്ങൾ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും കുറ്റബോധത്താൽ നീറുന്നുവെങ്കിൽ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയാതെ ഭാരപ്പെടുന്നുവെങ്കിൽ, അങ്ങ് അവരെ ഒന്ന് ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ മാർവോട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചേർത്തണയ്ക്കണമേ. ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ പ്രിയപ്പെട്ടവരുടെ റൂമിൽ അവർ അനുഭവിക്കട്ടെ. അവർ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ അങ്ങ് അടുത്തുള്ളതെന്ന് തിരിച്ചറിയട്ടെ. താങ്ക് യു അപ്പാ, താങ്ക് യു അപ്പാ. ചില വേദനിപ്പിക്കുന്ന മെമ്മറീസിനെ സ്വർഗം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിനായി സ്തോത്രം. ആന്തരികമായ ഒരു വലിയ സൗഖ്യം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അങ്ങിപ്പോൾ കൊടുത്തതിന് നന്ദി. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.